വനം വകുപ്പ് വ്യാജ പരാതിയിൽ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാൽ ജയിൽ മോചിതനായി. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ റൂബിന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ സ്വീകരണം നൽകി. കള്ളക്കേസിൽ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് പ്രതികരിച്ചു. കഴിഞ്ഞ മാസം 27 മുതൽ ദിവസങ്ങൾ നീണ്ട ജയിൽവാസം, നിയമപരമായും അല്ലാതെയുമുള്ള പോരാട്ടങ്ങൾ. ഒടുവിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാൽ ജയിൽ മോചിതനായി. ജസ്റ്റിസ് CS ഡയസിന്റെ സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചതോടെയാണ് റൂബിൻ ജയിൽ മോചിതനായത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയെന്ന പ്രതിഭാഗം വാദം കോടതി മുഖവിലക്കെടുത്തു. മനുഷ്യത്വരഹിതമായ നടപടിയാണ് അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് റൂബിൻ ലാൽ. അതിരപ്പള്ളി CIയുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ മർദ്ദനാണ് എനിക്ക് പോലീസ് ജീപ്പിൽ വെച്ച് ഉണ്ടായത്. കുരക്കിൽ പിടിച്ച് ഞെക്കി പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങി റോഡിലെറിഞ്ഞ് ഉടയ്ക്കുന്ന സംഭവം ഉണ്ടായി. എന്നെ അസഭ്യ വർഷമായിരുന്നു. ഒരു 15-20 മിനിറ്റോളം അസഭ്യം തന്നെയാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. റൂബിന് ജയിലിൽ വധഭീഷണിയുണ്ടായിരുന്നു. ജാമ്യം ലഭിച്ചത് ആശ്വാസം നൽകുന്ന കാര്യമാണെന്ന് റൂബിൻ ലാലിന്റെ അമ്മ പറഞ്ഞു. 24 വേണ്ട നേരത്തെ എത്തിയ കാരണം എൻ്റെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് മരിക്കണവരെ എൻ്റെ 2 മക്കളെയും കണ്ടുകൊണ്ട് മരിക്കണമെന്ന് ഒരൊറ്റ വിചാരമുള്ളൂ. അച്ഛൻ മരിച്ചു പോയിട്ട് ഞാൻ അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നത്. 24ന്റെ വിജയമെന്ന് എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്. മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ്. വനം കൊള്ളയും അതുപോലെ തന്നെ അഴിമതിയും പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ 24 അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. മെയ് 27 രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി CIയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. വിഷയത്തിൽ അതിരപ്പള്ളി CIയെ സംരക്ഷിച്ചാണ് ചാലക്കുടി DYSP അശോകൻ റിപ്പോർട്ട് നൽകിയത്. ശക്തമായ പ്രതിഷേധമുണ്ടായതോടെ ആരോപണ വിധേയനായ അതിരപ്പള്ളി CIയെ സസ്പെൻഡ് ചെയ്തു. കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ.